UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും AICC അംഗം EM അഗസ്തിയും പറഞ്ഞതിനാലാണ് താൻ കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ചത് എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കന്മാർ ചിലരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി വിജയിച്ചത് താനാണെന്നും സിജു ചക്കമൂട്ടിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ആയിരുന്ന് മത്സരിച്ച് ജയിച്ച വ്യക്തി LDF-ലേക്ക് പോയപ്പോൾ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആയതിൻ പ്രകാരം 6 സീറ്റുകൾ, അതായത് 3, 9, 24, 30, 31, 35 അങ്ങനെ 6 സീറ്റുകളാണ് അവർ കൊടുക്കാമെന്ന് തത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി സംസാരിച്ച് ധാരണയിലെത്തിയത്. ആയതിൻ പ്രകാരം UDF-ന്റെ ജില്ലാ ചെയർമാൻ, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, UDF-ന്റെ കൺവീനർ MJ ജേക്കബ്, അതുപോലെ തന്നെ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്താർ, അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ്, DCC സെക്രട്ടറി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെ ആ യോഗത്തിൽ വെച്ചാണ് ഈ 6 സീറ്റുകൾ സംബന്ധിച്ച് സത്യത്തിൽ ധാരണയായത്. ആയതിന് പ്രകാരം 21-ാം വാർഡ് ശ്രീ ജോയി വെട്ടിക്കുഴിക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് ധാരണയാണ് ഉണ്ടായത്. അതിന് പ്രകാരം 31-ാം വാർഡ് കോൺഗ്രസിന്റെ സീറ്റ്, 20-ാം വാർഡ് കേരള കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് ആ സീറ്റുകൾ സംബന്ധിച്ചും ഒരു ധാരണയായി. ആ സമയത്ത് പോലും 17-ാം വാർഡിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ UDF-ന്റെ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായി. ആ ലിസ്റ്റ് DCCക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ജോയി വെട്ടിക്കുഴി, മണ്ഡലം പ്രസിഡന്റായ ഞാൻ, AICC അംഗം അഡ്വക്കേറ്റ് EM സാറ്, ബ്ലോക്ക് പ്രസിഡന്റ്, ഇത്രയാളും ഒപ്പിട്ടിട്ട് DCCയിൽ കൊടുത്തതിന് പ്രകാരമായിട്ടാണ് ലിസ്റ്റ് അംഗീകരിച്ചു വരികയും എനിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു തരികയും ചെയ്തത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞു. ഒപ്പം തന്നെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രിയപ്പെട്ട ജില്ലാ ചെയർമാനോട്, ശ്രീ ജോയി വെട്ടിക്കുഴി സാറിനോട് കൃത്യമായും ചോദിച്ചു, ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്, തീർച്ചയായും കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീ EM അഗസ്താർ എന്നോട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു. നേതാക്കന്മാർ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ കൃത്യമായും, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, UDF-ന്റെ മണ്ഡലം ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ നോമിനേഷൻ കൊടുത്തത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസ് പോലും അല്ലായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പറയുന്ന ജോസഫ് വിഭാഗം സീറ്റ് ചോദിച്ചു വരുന്നത്, അതിന് പിന്നിൽ എന്തൊക്കെ ഇടപാടുണ്ടെന്ന കാര്യത്തിൽ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ ആവശ്യപ്പെടുന്ന 17-ാം വാർഡ് മാത്രമാണ്. അപ്പോൾ 17-ാം വാർഡിന്റെ പിന്നിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇപ്പം അവരതിനു മുമ്പ് പറഞ്ഞായിരുന്നു, കേരള കോൺഗ്രസ് സൗഹൃദ മത്സരമാണെന്ന് ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ കട്ടപ്പന നേതാക്കന്മാർ പറയുകയുണ്ടായി. ആയിക്കോട്ടെ, സൗഹൃദ മത്സരം നടന്നു. സൗഹൃദ മത്സരം നടന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇലക്ഷൻ പൂർത്തീകരിച്ചു, കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ 92 വോട്ട് മാത്രമാണ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ സാധിച്ചത്.